ഹായ് ഹലോ എവ്രിവൺ. FIUGP MDC മാത്സിലെ മൊഡ്യൂൾ 2ലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് 4 ബേസിക് റൂൾസ് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തേതാണ് ഇഫ് A is to B and C is to D are two ratios. A is to Bയും C is to Dയും രണ്ട് റേഷ്യോസ് ആണെങ്കിൽ അതിലെ എ പാർട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A into D ലെസ് ദാൻ B into C ആണെങ്കിൽ A is to B ലെസ് ദാൻ C is to D ആയിരിക്കും. അതുപോലെ അതിൽ ബി പറയുന്നത് എ ഇൻറ്റു ഡി ഗ്രേറ്റർ ദാൻ ബി സി ആണെങ്കിൽ എ ഈസ് ടു ബി ഗ്രേറ്റർ ദാൻ സി ഈസ് ടു ഡി ആയിരിക്കും. അതുപോലെ എ ഇൻറ്റു ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി ആണെങ്കിൽ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് വിച്ച് ഈസ് ഗ്രേറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എ ഇൻറ്റു ഡിയും ബി ഇൻറ്റു സിയും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എ ഇൻറ്റു ഡി ലെസ് ദാൻ ബി സി ആണെങ്കിൽ എ ഈസ് ടു ബി ലെസ് ദാൻ സി ഈസ് ടു ഡി ആയിരിക്കും. എ ഇൻറ്റു ഡി ഗ്രേറ്റർ ദാൻ ബി സി ആണെങ്കിൽ എ ഈസ് ടു ബി ഗ്രേറ്റർ ദാൻ സി ഈസ് ടു ഡി ആയിരിക്കും. ഇനി ഈക്വൽ ടു ആണെങ്കിൽ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആയിരിക്കും. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 5, ഡി എന്ന് പറയുന്നത് 8, ബി എന്ന് പറയുന്നത് 9, സി എന്ന് പറയുന്നത് 14ഉമാണ്. അങ്ങനെയാണെങ്കിൽ അത് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9:14 ആണ് ഗ്രേറ്റർ എന്ന് കിട്ടും. ഒരു 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രേറ്റർ റേഷ്യോ കണ്ടുപിടിക്കാനും ഒന്ന് ലീസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുമാണ്. ചെയ്ത് നോക്കുക. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് എ ഈസ് ടു ബി ഈസ് ടു ബി ഈസ് ടു സി ആണെങ്കിൽ സി ഈസ് കോൾഡ് തേർഡ് പ്രൊപ്പോർഷണൽ ടു എ ആൻഡ് ബി ആൻഡ് സി. സി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് സി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി തേർഡ് പ്രൊപ്പോർഷണൽ ടു 16 and 32. നമുക്കറിയാം തേർഡ് പ്രൊപ്പോർഷൻ അതായത് സി കാണാനുള്ള ഇക്വേഷൻ ബി സ്ക്വയർ ബൈ എ ആണെന്നറിയാം. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 16 ആണ്, ബി എന്ന് പറയുന്നത് 32 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 16:32:32:32 സി എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ബി എന്ന് പറയുന്നത് 32 ആണ്, അപ്പോൾ ബി സ്ക്വയർ ബൈ എ എന്ന് പറയുന്നത് 16 ആണ്. അപ്പം 32 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി കിട്ടും. ഇനി തേർഡ് റൂൾ നോക്കാം. തേർഡ് റൂൾ എന്ന് പറയുന്നത് എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ആണ്. അതിലെ ഡീനെ നമുക്ക് എന്ത് പറയാം? ഫോർത്ത് പ്രൊപ്പോർഷണൽ ടു എ ബി സി ഡി എന്ന് പറയാം. അതിൽ ഡി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു ബി സി ബൈ എ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷണൽ ടു 3, 7 and 9 എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 3 എന്ന് പറയുന്നത് എയും 7 എന്ന് പറയുന്നത് ബിയും 9 എന്ന് പറയുന്നത് സിയും ആയിരിക്കും. ഡി നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 3:7:9:D എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി സി ബൈ എ ആണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 എന്ന് ആൻസർ കിട്ടും. ഫോർത്ത് റൂൾ എന്ന് പറയുന്നത് മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ഈക്വൽ ടു റൂട്ട് എ ബി എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ റൂട്ടിൻ്റെ സൈൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റൂട്ടിൽ നിന്ന് എഴുതിയിരിക്കുകയാണ്. എ ബിൻ്റെ റൂട്ട് കാണുന്നതാണ് എക്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഫൈൻഡ് മീൻ പ്രൊപ്പോർഷണൽ ഓഫ് 4 and 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4 എന്ന് പറയുന്നത് എയും 25 എന്ന് പറയുന്നത് ബിയും ആണെങ്കിൽ എക്സ് കാണാൻ അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷണൽ കാണാനുള്ള ഇക്വേഷൻ റൂട്ട് എ ബി ആണ്. അപ്പോൾ റൂട്ട് 25 × 4 റൂട്ട് 100 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 10. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൂള്, ഫിഫ്ത്ത് റൂള്, ഇഫ് എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ഈസ് ഈക്വൽ ടു ഇ ബൈ എഫ് ഈസ് ഈക്വൽ ടു എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ നമുക്ക് കെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? കെ ഈസ് ഈക്വൽ ടു എ പ്ലസ് സി പ്ലസ് ഇ പ്ലസ് എക്സെട്ര ഹോൾ ഡിവൈഡഡ് ബൈ ബി പ്ലസ് ഡി പ്ലസ് എഫ് പ്ലസ് എക്സെട്ര. അതായത് മുകളിലുള്ള ന്യൂമറേറ്ററിനെ എല്ലാം സം ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിനെ എല്ലാം സം ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് 3/2 ഈസ് ഈക്വൽ ടു 18/12 ഈസ് ഈക്വൽ ടു 24/16 ഈസ് ഈക്വൽ ടു ആൽഫ. ഇത് ആ ഇക്വേഷൻ തന്നെയാണ്. അതായത് ആൽഫ എന്ന് കൊടുത്തു കെയ്ക്ക് പകരം, അത്രേ ഉള്ളൂ. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ. നമുക്കറിയാം ആൽഫ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ന്യൂമറേറ്റേഴ്സിൻ്റെ എല്ലാം സം എടുക്കുക, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാം സം എടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? 3/2 എന്ന് ആൻസർ വരും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഇഫ് എ ബൈ ബി ഈസ് ഈക്വൽ ടു 5/3. നമ്മളോട് എ പ്ലസ് ബി ബൈ എ മൈനസ് ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ എ ബൈ ബിൻ്റെ വാല്യൂ 5/3 ആണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എ ഈക്വൽ ടു 5 ആണെന്നും ബി ഈക്വൽ ടു 3 ആണെന്നും കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി ബൈ എ മൈനസ് ബിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻസർ എന്ത് വരും? 4 എന്ന് കിട്ടും. ഇനി നമ്മളൊരു 7ഓളം ടെക്നിക്സ് പഠിക്കുന്നുണ്ട്.
അതായത് എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു സ്മോൾ എ ഈസ് ടു ബി ആൻഡ് ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു എം ഈസ് ടു എന്നും ആണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു എ എം ഈസ് ടു ബി എം ഈസ് ടു ബി എൻ ആയിരിക്കും. അതുപോലെ തന്നെ എ ഈസ് ടു സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ എം ഈസ് ടു ബി എൻ ആയിരിക്കും. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എ ഈസ് ടു ബി ഈക്വൽ ടു എ ഈസ് ടു സ്മോൾ എ ഈസ് ടു ബിയും ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു സി ഈസ് ടു ഡിയും സി ഈസ് ടു ഡി ഈസ് ഈക്വൽ ടു ഇ ഈസ് ടു എഫും ആണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ സി ഈസ് ടു ബി സി ഈസ് ടു ബി ഡി ഇ ഈസ് ടു ബി ഡി എഫ് ആയിരിക്കും. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇഫ് എക്സ് ഈസ് ഡിവൈഡഡ് ഇൻ എ ഈസ് ടു ബി ദെൻ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എ ബൈ എ പ്ലസ് ബി ഇൻറ്റു എക്സും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ബി ബൈ എ പ്ലസ് ബി ഇൻറ്റു എക്സും ആയിരിക്കും. നാലാമത്തെ വരുന്നത് ഇഫ് എക്സ് ഈസ് ഡിവൈഡഡ് ഇൻ എ ഈസ് ടു ബി ഈസ് ടു സി ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട് എ ബൈ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എക്സും സെക്കൻഡ് പാർട്ട് ബി ബൈ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എക്സും തേർഡ് പാർട്ട് സി ബൈ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എക്സും ആയിരിക്കും. ഫിഫ്ത്ത് വൺ പറയുന്നത് രണ്ടാൾക്കാരുടെ ഇൻകം എ ഈസ് ടു ബിയും അവരുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സി ഈസ് ടു ഡിയും ആണെങ്കിൽ, അതുപോലെ അവർ സേവ് ചെയ്തത് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ അവിടെ എന്തും ആവാം, അത് അവർ സേവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് എക്സ് ഇൻറ്റു ഡി മൈനസ് സി ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു എ ആൻഡ് എക്സ് ഇൻറ്റു ഡി മൈനസ് സി ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു ബി. ഒന്നാമത്തെ ആളുടേതാണ് ഇൻറ്റു എ വെച്ച് ചെയ്യുന്നത്, രണ്ടാമത്തെ ആളുടെ ഇൻകമാണ് ഇൻറ്റു ബി വെച്ച് ചെയ്യുന്നത്. ഇനി അവരുടെ എക്സ്പെൻഡിച്ചർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ബി മൈനസ് എ ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു സി ആൻഡ് എക്സ് ഇൻറ്റു ബി മൈനസ് എ ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു ഡി ആയിരിക്കും. ആറാമത്തെ പറയുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ എ ഈസ് ടു ബിയും എക്സ് നമ്പർ അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ എന്ന് പറയുന്നത് സി ഈസ് ടു ഡിയും ആണെങ്കിൽ എന്താ, നമുക്ക് ആ രണ്ട് നമ്പറും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് ഇൻറ്റു സി മൈനസ് ഡി ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു എയും എക്സ് ഇൻറ്റു സി മൈനസ് ഡി ഡിവൈഡഡ് ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു ബിയും. സെവൻത്ത് വൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇവിടെ എക്സ് ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ നമ്പറാണ്, എക്സ് ഇതിൽ നിന്ന് കുറച്ചിരിക്കുകയാണ്, എക്സ് കുറച്ചപ്പോൾ ഉള്ള റേഷ്യോ ആണ് എന്ത്? സി ഈസ് ടു ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷനിൽ എക്സ് ഇൻറ്റു ഡി മൈനസ് സി ആകും. അതായത് നേരത്തെ പറഞ്ഞത് എക്സ് ഇൻറ്റു സി മൈനസ് ഡി ആയിരുന്നു, ഇപ്പോൾ പറയുന്നത് എക്സ് ഇൻറ്റു ഡി മൈനസ് സി ആയി എന്ന വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ എക്സ് ഇൻറ്റു ഡി മൈനസ് സി ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു എയും എക്സ് ഇൻറ്റു ഡി മൈനസ് സി ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു ബിയുമാണ് ആ രണ്ട് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത്.